ഹലോ, സ്വാഗതം ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസത്തെ പനിക്ക് ശേഷം ഞാൻ തിരിച്ചെത്തി. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലെന്താ നടക്കുന്നതെന്ന് കാണാം ഗൈസ്. എൻ്റെ മുടിയൊക്കെ കണ്ടോ ഗൈസ്? ഭയങ്കര ഫ്രിസി ആയിട്ട്. നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേക്കാം. രാവിലെ രാത്രി ഫുള്ള് കണ്ണുമൊഴിച്ചിരുന്നിട്ട് രാത്രി ഫുള്ള് കണ്ണുമൊഴിച്ചിരുന്നിട്ട് രാവിലെ കിടന്നുറങ്ങുക, 3 മണി 4 മണിയാകുമ്പോൾ എഴുന്നേക്കുക. അതാണ് എൻ്റെ ശീലം കുറച്ച് നാളുകളായിട്ട്. ഈ കാര്യത്തിലേക്ക് ഗൈസ്, എൻ്റെ മുടിയൊക്കെ കണ്ട ഭയങ്കര ഫ്രിസി ആയിട്ടെടുക്കാം. ഞാനപ്പോൾ ഇന്നോർത്ത് എണ്ണ തേച്ച് കുളിച്ചേക്കാന്ന്. ഞാനപ്പോൾ അമ്മനോട് ചോദിക്കട്ടെ, അമ്മ എനിക്ക് എണ്ണ തേച്ച് തരുമോ? അമ്മ എണ്ണ കണ്ടാൽ ആരും പറയില്ല അഭിനയമാണെന്ന്. അത്രക്ക് നാച്ചുറൽ ആണ് കേട്ടോ. ഒന്നാമതി അമ്മ വിളിക്കുമ്പോ ഇച്ചിരി കൂടി മാറിക്ക് ഇച്ചിരി കൂടി നാച്ചുറൽ ആയിട്ട് തോന്നണ്ടേ? ആ സെറ്റ് ലൂണിയം മാറിയുന്നോ ഗൈസ്. ദിസ് ഇസ് മൈ തഗ് ലൈഫ് മമ്മി. ചോക്ലേറ്റ് അല്ല, തഗ് ലൈഫ്. വേറെ സാധനം ഇത് എന്താ? യു ക്യാൻ യൂസ് ദിസ് ഫോർ മൈ മസാജ്. അതെ ഗൈസ്, എനിക്ക് 2 ദിവസമായിട്ട് പനിയായിരുന്നു. മുട്ടറ്റം മുടിയുണ്ട് എനിക്ക് അല്ലേ അമ്മ? അമ്മ ഇത് അലക്കല്ലോ ഒന്നുമല്ല, മുടിയാണ്. അലക്കല്ലിട്ട് ഉരക്കുന്ന പോലെ ഉരക്കുക. നിങ്ങൾക്കുണ്ടോ ഇതേപോലത്തെ ഒരു മമ്മി? സ്നേഹം കൂടുമ്പോ ഞാൻ പല സമയം എന്റെ അമ്മച്ചിനെ മമ്മി എന്നേ വിളിക്കാറുള്ളൂ. അല്ലേ മമ്മി? മസാജ് കഴിഞ്ഞില്ല മമ്മി. എങ്ങോട്ടാ? ഗംഗ ഇപ്പൊ പോവണ്ട. ഗംഗ പോവല്ലേന്ന്. ഗംഗ പോയി ഗൈസ്, ഗംഗ പോയി. എനിക്കിത് കണ്ടിട്ട് മറ്റേ എന്താണ് മറ്റേ ചതിക്കാത്ത ചന്തൂല സലിംകുമാർ ഓർമ്മയുള്ളൂ. ജീവിതം പുകയായതുപോലെ എൻ്റെ പരിസരവും പുകയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കൊച്ചുത്രേസ്യ ഓയിൽ കണ്ടോ? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഈ എണ്ണ കാച്ചിയാണ് അമ്മ ഞങ്ങൾക്ക് തലയിലിട്ട് തരുന്നത്. അമ്മക്ക് പണ്ട് കുറേ മുടിയുണ്ടായി. പക്ഷെ ഇപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ അത് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അമ്മ. അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു പരീക്ഷണ വസ്തുക്കളാണ്. പക്ഷെ അമ്മയുടെ മുടി വളരുന്നുണ്ട്. എൻ്റെ മുടി വളരുന്നതാണോ മുരടിച്ചു പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. വളരാത്തതായിരിക്കും. എൻ്റെ കോലം കണ്ട് എനിക്ക് തന്നെ ചിരി വരുന്നത്. ഇത് എനിക്കാണെങ്കിൽ അടുത്ത ആഴ്ച ഒരു കല്യാണമുണ്ട് ഗൈസ്. കല്യാണം. ഞങ്ങൾ 4 പേര് കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട്, ഞാൻ, മിന്നു, ആഷ്ന, നെച്ചു. ഇതിലിപ്പോൾ മിന്നുവിൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു, അവൾക്കൊരു കുട്ടിയുണ്ട്. പിന്നെ ഇപ്പോൾ ആഷ്ണയുടെ നെച്ചുവിൻ്റെ കല്യാണം അടുപ്പിച്ച് നെച്ചുവിൻ്റെ കല്യാണം ഈ മാസം 21-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ആഷ്ണയുടെ കല്യാണം അടുത്ത മാസം 17-ാം തീയതി എൻഗേജ്മെൻറ്റ്, 27 സംതിങ് എന്താണ് അവളുടെ കല്യാണം വരുന്നത്. 2 പേരുടെ അടുപ്പിച്ച്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ഗൈസ് സിംഗിളായിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. കുടുംബം കുട്ടികളായവരുമുണ്ട്. സോ അപ്പോൾ മൈ പോയിന്റ് ഈസ്, കറക്റ്റ് പരിപാടി വരുന്ന സമയങ്ങളിൽ എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ എങ്ങനെ. നോക്ക്, സൂം അങ്ങടാ നോക്കൂ. ജമണ്ടൻ കുരുക്കൾ ഇപ്പുറത്തും. അയ്യോ എന്നാ പണ്ണുവേൻ. ഞാൻ അമ്മനെ കാണാത്തോണ്ട് നൈസായിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കി. അപ്പോൾ ദേ വരുന്നു ഗംഗ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് നൈസായിട്ടൊന്ന് പരപ്പനടിയാൻ വേണ്ടി പോയതാ. കാണിച്ചു തരാം. ആ ഓലയുടെ ഇടവിൽ കൂടി നിൽക്കുന്ന കണ്ടു പറമ്പിലെ. കൊച്ചുത്രേസ്യ, എലിസബത്ത് അല്ല, ഞാൻ മെയ്ബിളാ. അവിടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൂടെ നിന്ന് പരപ്പനടിക്കുകയാണ് ഗൈസ്. പരപ്പൻ കാരണം മേബിൾ ജോസഫ് ആയിരുന്നു എന്നെ പിടിച്ച് മേബിൾ താത്തി. കരണ്ടും ഇല്ല, വെട്ടമില്ല, വെളിച്ചുമില്ല. എൻ്റെ പൊന്ന് കർത്താവ് ഇപ്പം തീട്ടി വീണാനെ. അപ്പോൾ തലയുടെ മസാജിങ്ങും ഇതൊക്കെ കഴിഞ്ഞു. ഹായ് മമ്മി.
നമുക്ക് മമ്മി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഈജിപ്തിൽ മമ്മി എന്ന് പറഞ്ഞാൽ ശവം എന്നാണല്ലോ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അല്ലേ മാ, ചില സാഹചര്യങ്ങളിൽ മമ്മി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ എണ്ണ വിരട്ടി അരമണിക്കൂറൊക്കെ നിന്നു, മസാജൊക്കെ കഴിഞ്ഞു. ഇനി നാം ഒന്ന് കുളിച്ചിട്ട് വരാം. നമുക്ക് ഈ പണി കിട്ടാറുണ്ടോ എന്നോട് പറയണം. കുളിക്കാൻ കയറി കഴിയുമ്പോൾ മോട്ടറിൽ വെള്ളമില്ലാത്ത അവസ്ഥ എനിക്കിവിടെ സ്ഥിരമാണ്. ഈ മോട്ടറിൽ വെള്ളം നിറയണവരെ ഞാനിങ്ങനെ നോക്കിയിരിക്കണം. ഞാനപ്പോൾ റെഡിയായി. ഇനി അപ്പോൾ ഒരെണ്ണം ഇറങ്ങണം. മുടി കെട്ടിയിട്ടുള്ള, മുടി കുളിച്ചിട്ട് ഉണങ്ങണം. ഒരു നോർമൽ ടോപ്പും ഒരു പാൻറ്റും അത് മതിയല്ലോ. വീട്ടിലെല്ലാവർക്കും ഇവന്മാരുടെ വീഡിയോ കൂടെ ഗൈസ് ഇഷ്ടം. പേരറിയാൻ പാടില്ല. അമ്മ പോയിട്ടരാ പോവാണല്ലോ ഞങ്ങൾ. എൻ്റെ അമ്മയെ തൊഴിലാണേ പോവാണല്ലോ. അപ്പോൾ എന്നെ പിക്കാൻ വേണ്ടി വന്നത് അപ്പുവായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി എടപ്പള്ളിയിലൊക്കെ. ഈ സമയത്ത് തിരക്ക് പറയണ ഒരു 7 മണി കഴിഞ്ഞാൽ അവനവിടെ പാവം അത്ര തിരക്കി വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കാഴ്ച കണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ പോയി വന്നു ഗൈസ്. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാം ഷട്ടപ്പെട്ടിന്നായിരുന്നു. ബിക്കോസ് അവന് വേറെ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളിങ്ങ് പോന്നു ഗൈസ്. ദിസ് ഇസ് സൂര്യ. അങ്ങനെ വീടെത്തി. അവിടെ പോയി ഇവിടം വരെ വന്നപ്പോഴത്തേക്കും നിന്നെ പരിപ്പ്. ഹായ് അമ്മച്ചി. ഇപ്പം എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കണോണ്ട പേടിയാണ്. ഇന്ന് ഞാൻ അങ്ങോട്ട് പോയത്, ഞാൻ മറന്നു വെച്ച കുറച്ച് സാധനങ്ങൾ ഹോസ്റ്റലില്ല വീട്ടിൽ നിന്ന് എടുത്തിട്ടും വരാനാണ് പോയത്. പക്ഷെ എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോൾ എല്ലാം മറന്നു. അവിടെ പോയി ആകെ സംസാരമായിട്ടൊക്കെ നിന്ന് പിന്നെ തിരിച്ചൊന്നൊഴിക്കാൻ ഞാൻ ഓർത്ത് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ ഈ ഒരു എടപ്പള്ളി ആലുവ റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു കാറിൻ്റെ ഒരു ഷോറൂം കാണും. പേരെനിക്കറിയാൻ പാടില്ല. ഞാൻ അതും വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് അതും മറന്നുപോയി. കാരണം ഞാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ വായി നോക്കി നിന്നിട്ടുള്ളത്. കാരണം അതിൻ്റെ അകത്തുള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പേരൊന്നും അറിയാൻ പാടില്ലെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ അതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം എൻ്റെ പുതിയ വീട്ടിൽ കാർ പൗച്ചിൽ ഞാൻ സെറ്റപ്പാക്കും. ഞാൻ കൊണ്ടേ ഇട്ടും എന്ന് തോന്നും. വൺ ഡേ ഒരു ദിവസം ഞാൻ സെറ്റപ്പാക്കും. നിങ്ങൾ കണ്ടു. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നൊക്കെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ പനി മാറി. അതല്ലാണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. മനസ്സിലായോ? അമർത്തിയിട്ട് പോയാൽ മതി.